അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുബഷിർ മൊയ്നി കൊൽക്കത്തയാണ് സംസാരിക്കുന്നത്. നമ്മൾ MLCയിലെ മൈക്രോ ലേണിംഗ് സെൻറ്ററിൻ്റെ ഒരു പ്രീമിയം എക്സ്ട്രീം ആണ് കൊൽക്കത്ത പബ്ലിക് സ്കൂൾ എന്നുള്ളത്. കൊൽക്കത്തയിലെ ഒരു ഗാർഡൻ റീച്ച് എന്ന് പറഞ്ഞ ഏരിയയിൽ അവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിലെ പ്രൈമറി സെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർ ഹെറിറ്റേജിൻ്റെ കീഴിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ LKG UKG ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് നടത്തുന്നത് നമ്മളാണ്. അവിടുത്തെ കുട്ടികളിൽ പാവപ്പെട്ട കുട്ടികളും അതുപോലെ തന്നെ നോർമൽ കുട്ടികളും ഉണ്ട്. പക്ഷേ അവർക്കുള്ള എഡ്യൂക്കേഷൻ ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട്. ഇവിടെ ഗവൺമെൻറ് സ്കൂളിലടക്കം 200-300 ഫീ ഉണ്ടാവാറുണ്ട്, സാധാരണ വാങ്ങാറുണ്ട് റണ്ണിങ് ആയിട്ട്. നമ്മൾ അതുപോലും വാങ്ങാതെ നടത്തുന്ന ഒരു സ്കൂളാണ്. നല്ല ഒരു പ്രീമിയം ലെവലിൽ നടത്തുന്ന ഒരു സ്കൂളാണ്. നമുക്ക് ഇന്ന് അവിടെ കുട്ടികളെ തുടങ്ങിയിട്ട് ഡയറി അടക്കമുണ്ട്. അപ്പം ആ ഡയറി ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരാൾ വന്നിട്ടുണ്ട്, പുതിയ അധ്യയന വർഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ടെക്സ്റ്റ് ബുക്കുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അതുപോലെ തന്നെ പുതിയ തുടങ്ങിയതായതുകൊണ്ട് ജസ്റ്റ് പുതിയ കുട്ടികളൊക്കെ ഒന്ന് പോയി കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ, നമ്മളെ മുസ്തഫ കൂടെ ഉണ്ട്, അതുപോലെ നമ്മുടെ മുത്തുപണി കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാ അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളിതാ എത്തിയിട്ടോ. നമ്മളെ KPS കൊൽക്കത്ത പബ്ലിക് സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാം സ്കൂൾ എന്നാണ് ഇതിൻ്റെ പേര്, സ്കൂളിൻ്റെ പേര്. ആ സ്കൂൾ ഇതാണ് വലിയ ബിൽഡിങ് കേട്ടോ. ഈ ബിൽഡിങ്ങിൽ ഇതാണ് നമ്മൾ നടക്കുന്നത്. നമ്മളെ കുട്ടികൾ ഇത് കോൺസെപ്റ്റ് ടാസ്ക് ആയ പോലെ PP നമ്മൾ ഒരു പിന്നെ ലെവലിൽ തന്നെ പഠിപ്പിക്കുന്ന കേട്ടോ. ഒരു വർക്ക് ബുക്ക്, ഹിന്ദി ഉണ്ട്, GK ഫണ്ട് ഉണ്ട്. ഓക്കെ, ക്ലാസ് റൂമിൽ കാണാം. നമ്മൾ KG ആണ്. ഇപ്പോൾ കുട്ടികളിതിൽ 55 കുട്ടികളെ ക്ലാസ്സിലുള്ളത്. ടോട്ടലി നമ്മൾ 50 വെച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ പെർഫെക്ഷൻ കണ്ടിട്ട് ഫ്രീ ആയിട്ടുള്ള സ്കൂളിൽ എത്ര സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്താണ് നമുക്ക് നല്ല അഡ്മിഷൻ വന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ 55 കുട്ടികളുണ്ട്. പിന്നെ 2 ടീച്ചർമാരും ഉണ്ട്. ഇവർ ഈ ഏരിയയിൽ തന്നെയാണ്. നല്ല ഉഷാറായിട്ട് നമ്മളെ സിലബസ് സിസ്റ്റമൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇതിൽ പലരും പാവപ്പെട്ടവർക്കുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ KG സെക്ഷനാണ്. നമുക്ക് PP-യും LKG UKG ഒക്കെ ഒന്ന് കാണാം. What is the concept TV? Class 1. It's so natural. പരിപാടിക്ക് കുട്ടികളെ ഫാഷൻ ഡിസൈനിങ് ഉണ്ടോ? മെസ്സിൻ്റെ രജിസ്റ്റർ പക്ക അവനെ പോലെ ക്രിസ്ത്യാനോ കാണാനുണ്ടോ?
हाँ ठीक है। और बताइए कैसे सब लोग? ठीक है। ओह हमारा पूरा इंग्लिश हो गया। ठीक है। टोटल कितना ये है ये साल 47 भी नया एडमिशन है पूरा। और कैसे हो सब लोग? नए नए कौन कौन है? न्यू स्टूडेंट ये पुराना वाली है वो मान गया है। न्यू स्टूडेंट कैसे लग रहा है? अच्छा है ना? सबको पता है कैसा लग रहा है? बोलो सबको कैसा लग रहा है? रोजा तो करोगे नहीं तो क्या रोजा? ठीक बच्चे लोग हैं ना लोग देखिए आईडी कार्ड सब लेके लेकिन नहीं सबको ये बीपीसी कार्ड बना है इसलिए इसलिए एक बच्चों को फोटो एड्रेस सब दूसरा वाला में उनके प्रिंट निकाले नाम लिखा होगा ये एक बच्चों को यूज कर तो ये प्रिंट में होगी डायरी हम गाड़ी में मैंने अभी हम प्रोवाइड करेगा डायरी आपको अभी ये डायरी कितने अब ले दीजिए तो क्या ज़्यादा डायरी होगा ना നല്ല വിജ്ഞാനം തന്നെ കൊണ്ടുവന്നത് കഴിഞ്ഞ ഫ്രൈഡേ ഹ്യൂമൻ റൈറ്റ് അവർക്ക് അതുപോലെ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞത് എന്നാലും ഇവർക്ക് വേണ്ടി പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം ഏതായാലും ഞാൻ അറിയിക്കുക ഏതൊക്കെ സംഗതികൾ വേണ്ടതെന്നില്ല അതിനനുസരിച്ച് ചെയ്യുള്ളൂ ये दो स्टूडेंट हम लोग नहीं दिए हमको नहीं दे देगा बिस्किट नहीं देगा ठीक है ठीक है हाँ कहाँ है ठीक है सब ठीक है ना कैसे हो लंच हो गया क्या खाइएगा इसके ये गुड अब बताइए कैसे കുട്ടികളെ ഫുള്ള് പ്രീമിയം ലെവലിലാണ് എവിടെ ഹാൻഡ് റൈറ്റിങ് കാര്യങ്ങൾ സ്റ്റേറ്റിനെക്കാട്ടിലും ഒന്നും കൂടെ അപ്ലോഡ് ആയിട്ടുള്ള സംഗതി കുട്ടികളെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അവർ എഴുത്ത് കാര്യം കണ്ടെന്ന് അറിയും പിന്നെ അവിടുത്തെ ടീച്ചർമാർ നമ്മൾ അതുപോലെ തന്നെ കേട്ടോ 2-3 മണിക്കൂർ പഠിത്തമുള്ളെങ്കിലും നല്ല സാലറി കൊടുത്തിട്ടാണ് നല്ല ഉഷാറായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു അഡ്മിഷൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു
ഡയറി കൊണ്ടുവന്നു, ഡയറിൻ്റെ സാധനം കേട്ടോ. फिर भी गुड आफ्टरनून. Sit down, class 2. नहीं इसमें भी लिखा हुआ है कलकत्ता पब्लिक स्कूल, ये लिखा है, फोटो सिर्फ हम नहीं, ठीक है सब एक ही है, तो इसमें कुछ ये हो गया था. बाकी बच्चे लोग वही क्लास में नहीं दिया, उसमें भी यहाँ कितना चाहिए आपको भी 25 रखा ना, बाकी उस क्लास में देना. വെൽക്കം. നമ്മളിങ്ങനെ ജസ്റ്റ് ഡയറി കൊടുത്താട്ടോ. ഇത് അവരൊക്കെ തന്നെയാട്ടോ, അവരെ സെലിബ്രേഷൻ ഫോട്ടോസുകൾ വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. ഓക്കെ. ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, പാരൻസ് വന്നാൽ മാത്രമേ കുട്ടികളെ വിടുള്ളൂ. ID കാർഡ് ഉണ്ടാവും, കുട്ടികൾക്ക് ID കാർഡ് ഉണ്ടാവും, പാരൻസിൻ്റെ കയ്യിൽ ഡ്രസ് കാർഡ് ഉണ്ടാവും. അത് നോക്കിയിട്ടാണ് വിടുക. ഇപ്പോൾ നമ്മൾ പുതിയ തുടങ്ങിയത് കൊണ്ട് അവരുടെ കയ്യിൽ എന്ത് ചെയ്തിട്ടില്ല, മറ്റേ ഡ്രസ് കാർഡ് കൊടുത്തിട്ടില്ല. അപ്പം നാളെ മറ്റന്നാളായിട്ട് കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടാണ് നമുക്ക് കൊടുക്കണം. എല്ലാവരും പാരൻസൊക്കെ ഉണ്ട്, പാരൻസിന് ഇത് കൊടുക്കണം. നമ്മളെ കുട്ടികൾക്ക് സ്ട്രീറ്റിലെ കുട്ടികൾക്ക് ഉണ്ടല്ലോ, തെരുവിലെ കുട്ടികൾക്ക് അവർക്ക് വേണ്ടി യൂണിഫോം അടിച്ച്, നമ്മളൊരു ടീച്ചർ ഹസ്ബൻഡിനെയാണ്, അപ്പം യൂണിഫോം അടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഓരോ കുട്ടികൾ തെരുവിലെ നമ്മളെ ബ്രിഡ്ജിൻ്റെ MLCയിലെ കുട്ടികൾക്കുള്ള യൂണിഫോമാണ്. ഒരു കുട്ടിക്ക് ഇപ്പോൾ 350 രൂപ വെച്ചിട്ടാണ് പാൻറ്റ് ഷർട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനൊരു ഫണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ സ്ട്രീറ്റിലെ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊക്കെ അറിയിച്ചാൽ ഭയങ്കര ഉപകാരമായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു സ്കാനർ ഇതിൻ്റെ ലാസ്റ്റ് വെക്കാം. ആ രീതിയിൽ നിങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് സ്ക്രീൻഷോട്ടിൻ്റെ നമ്പറിലും വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വാങ്ങി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പോൺസർ കിട്ടിയിട്ട് ജസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പാൻറ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നിലത്താണല്ലോ ഇരിക്കുക, അപ്പോൾ നിലത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പാൻറ്റും അതുപോലെ തന്നെ ഇതുമായിട്ട് വെച്ചിട്ടുള്ളത്. ക്ലോത്ത് കണ്ടല്ലേ ചൂടിലാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഗരം നെയ് होगा ना एकदम, ये तो गरम में गरम होगा तो इसे क्लॉथ थोड़ा गरम होगा. थोड़ा अच्छा. उस दिन आप थोड़ा भी पतला वाला दिखा दिया था ना हमको, यही दिखा दिया था. दो लेके आए हुआ था उसमें, आए थे एक ही क्वालिटी का कपड़ा ओ था. अच्छा ठीक, स्टाइल दो था. ओ अच्छा मॉडल, ओ ठीक है. मॉडल दो. ये क्या था ना, आप बोले थे कि थोड़ा से रफली बच्चा लोग रफली असल है लेकिन मजबूत है, इसलिए. ओ अच्छा ठीक. नहीं जल्दी नहीं फटेगा ना ये वाला फटेगा नहीं. और इसके लिए आप इंडियन कच्चा सिलाई बोले थे, कच्चा सिलाई था तो हम उसको पक्का सिलाई कराया ना. देखिए वो दिन ये आप दिखला रहे थे ऐसे कच्चा सिलाई था ना, हम इसको यहाँ अंदर से डबल करवा दे. ठीक है. ये इलास्टिक कितने में देने में दिक्कत होगा, बहुत टाइट हो गया क्या? नहीं ये तो नॉर्मल है ना, नॉर्मल है. देखिए ऊपर से ये भी अगर ढीला होगा तो हाँ ठीक ठीक.